ഇന്ന് ഞാൻ രാവിലെ എന്നെ വേഗം ഇത്തിരി കുഴക്കട്ട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അരച്ചൊന്നും വെച്ചിട്ടില്ല കേട്ടോ. ഞാൻ പുഴുങ്ങലരി വെച്ചിട്ട് ഇപ്പം ഞാൻ ബോയിൽഡ് റൈസ് വെച്ചിട്ടാണ് ഉണ്ടാക്കണം. ഞാനിത് പുട്ടുപ്പൊടി, ഈ പുട്ടുപ്പൊടി നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. ഇത് ക്യൂ സ്പൈസസ്, ഞാനിപ്പോൾ പാലക്കാട് നിന്നാണല്ലോ ഇത് ചെയ്യുന്നത്. അപ്പോൾ ക്യൂ സ്പൈസസ്, നാലകത്തെ ക്യൂ സ്പൈസസ്, ഇത് പെരിന്തൽമണ്ണയിലെ ഒരു കമ്പനിയാണ് കാണുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ ആദ്യമായിട്ട് ചെയ്യാൻ പോണേ ഇത് ബോയിൽഡ് റൈസ് കൊണ്ടുള്ള പുട്ടുപ്പൊടിയാണ്. അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ടാണ് ചെയ്യണം. ഇതിപ്പോൾ 1 കപ്പ് പുട്ടുപ്പൊടി എടുത്തിട്ട് ഇപ്പം ഞാൻ ഇതിലേക്ക് എന്തൊക്കെ ആഡ് ചെയ്യണമെന്ന് കാണിക്കാം. ആദ്യം കടുക് ഇട്ടു. സാധാരണ എല്ലാവരും ജീരകം കൂടൊന്നും ഉണ്ടാക്കില്ല, ഞാനൊന്ന് ഇട്ട് നോക്കുകയാണ്. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് വരും. പിന്നെ വേണ്ടത് ഒരു 3/4 ടീസ്പൂൺ കടലപ്പരിപ്പ്, കുറച്ച് ഉഴുന്നുപരിപ്പ്. ഞാനിത് ബ്ലാക്ക് കളറിലുള്ള ഉഴുന്നുപരിപ്പാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഏത് വേണമെങ്കിലും ആഡ് ചെയ്യാം. ഇനി ഇതൊന്ന് എടുത്തു വന്നു. അപ്പം ഞാൻ കുറച്ച് കറിവേപ്പില ഇടുകയാണ്. കൂടെ തന്നെ കുറച്ച് പച്ചമുളക്, ഇഞ്ചി. ഇത് കുറവാണ്, എണ്ണ ഒഴിച്ചത് കുറവാണ്. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ ഒഴിച്ച് ഇച്ചിരിയും കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഞാനിതിലേക്ക് പച്ചമുളക് കൂടാണ്ട് ഒരു ചുവന്ന മുളക് കൂടി പൊട്ടിച്ചിടുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി. എന്നിട്ട് ഈ ഒരു കപ്പിനാണ് ഞാൻ അരി എടുത്തിരിക്കുന്നത്, പുട്ടുപ്പൊടി. അതിന് ഞാൻ 2.5 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിക്കുകയാണ്. എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർക്കുകയാണ്. ഞാൻ കല്ലുപ്പാണ് ആഡ് ചെയ്യുന്നത് കേട്ടോ. ആദ്യം കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് മതിയാവുമ്പോൾ നോക്കിയിട്ട്, വെള്ളത്തിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് പിന്നെ നമുക്കിതൊന്ന് തിളച്ച് വരുമ്പോഴാണ് നമുക്ക് ആ പൊടി ഇടുന്നത് കേട്ടോ. പൊടിയുടെ കൂടെ ഞാൻ 1 കപ്പ് തേങ്ങ ആഡ് ചെയ്യുന്നുണ്ട്. തേങ്ങ നല്ലോണം ഇട്ടാൽ നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ അതും കൂടി ഇടുകയാണ്. വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, കണ്ടോളൂ. അപ്പോൾ ഞാനിതിന് ഇത്തിരി മീഡിയം ഹീറ്റിലേക്ക് ആക്കുകയാണ്. എന്നിട്ട് ഈ അരിപ്പൊടി ഇടുക. ഈ അരിപ്പൊടി നന്നായി ഒന്ന് വേവണം. കൂടെ തന്നെ ഞാൻ 1 കപ്പ് അരിപ്പൊടിക്ക് ഞാൻ 1 കപ്പ് തേങ്ങ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കും. ഇപ്പോൾ എനിക്ക് ഉപ്പൊക്കെ പാകമാണെന്നാണ് നന്നായിട്ട് തോന്നുന്നത്. ഇനി ഇതിനെ ഉരുണ്ട പിടിച്ചിട്ട് നമ്മൾ ആവി വയ്ക്കുക കേട്ടോ. ഈ അരി ഒന്ന് വെന്ത് വരണം. അതിനാണ് ഞാൻ 1 കപ്പ് അരിക്ക് ഞാൻ 2.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിൽ ഈ സമയത്ത് ഞാൻ ഉപ്പിൻ്റെ ടേസ്റ്റ് നോക്കുകയാണ്. പാകമാണ്. ഞാൻ കല്ലുപ്പ് ചേർത്തിയതുകൊണ്ട് അതിനൊരു പാകത കിട്ടണ വരെ നമുക്ക് കുറച്ച് ആഡ് ചെയ്യുന്നതാണ് നല്ലത്. ഞാനിപ്പോഴാണ് കല്ലുപ്പ് ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. കല്ലുപ്പാണ് നല്ലത് എന്ന് എല്ലാവരും പറയണു. അല്ല, ഹിമാലയൻ പിങ്ക് സോൾട്ട് നന്നല്ലാണ്ട് വേണ്ടതിന് അതിന് ഉപയോഗിക്കാം. ഇപ്പോൾ എൻ്റെ മാവ് നന്നായി കട്ടയായി. ഞാനതിനെ ഓഫ് ചെയ്യാം. ഇപ്പം ഞാൻ ഈ തട്ടിലേക്ക് കുറച്ച് എണ്ണ തേക്കുകയാണ്. പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് ശരിക്കും പുഴുങ്ങലരി വെള്ളത്തിലിട്ടിട്ട് നമുക്ക് അരച്ചിട്ടുണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്. പക്ഷെ ഞാനിത് പെട്ടെന്ന് തോന്നി ദിവസവും രാവിലെ ഇഡ്ഡലി കഴിക്കണം, ദോശ, ഒരു ചേഞ്ച്. അപ്പോൾ എൻ്റെ വിചാരിച്ചു ഈ പുട്ടുപ്പൊടി കൊണ്ട് ചെയ്യാറ്. അപ്പോൾ ഞാനിതിനെ വൃത്തിയിട്ട് 1 കപ്പിൽ എത്ര പുട്ടുണ്ടെന്ന് കൂടി ഞാൻ പറയാം. ഇപ്പോൾ ഒരു 12 ഉണ്ട, ഒരു 3 ആൾക്കൊക്കെ കഴിക്കാം കേട്ടോ. 1 കപ്പ് അരിപ്പൊടി ഇട്ടിട്ട് ഇങ്ങനെ ഞാനുണ്ടാക്കും. ഇപ്പോൾ ഈ 1 കപ്പ് അരിക്ക്
ഒരു ഡസൻ കിട്ടി, 12 എണ്ണം കേട്ടോ. ഇത് സാമാന്യം നല്ല ഒരു കൈപ്പിടിയുള്ള ഒരു ഉണ്ട തന്നെയാണ്, വളരെ ചെറുതൊന്നുമല്ല. നിങ്ങൾക്ക് എങ്ങനെയാണ് കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഇനി ഇതിനെ ആവി കയറ്റിയിട്ട് ഇതൊരു ചട്നിയുടെ കൂടെയാണ് കഴിക്കണം. ആ ചട്നിയുടെ റെസിപ്പി ഞാൻ പിന്നീട് കാണിക്കാം. അപ്പോൾ ഈ കൊഴുക്കട്ട കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചട്നി ഉണ്ടാക്കുന്നുണ്ട്. അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ എന്താ എടുത്തിരിക്കാൻ അറിയോ, കുറച്ച് തേങ്ങ, ഒരു 2 ടേബിൾ സ്പൂൺ ഉണ്ടാവും കേട്ടോ തേങ്ങ, ഒരു 2 പച്ചമുളക്, എരിവുണ്ട്, കുറച്ച് മല്ലിയില, ഉപ്പ്, ഒരു നുള്ളു പുളി. ഈ പുളി ഉണ്ടെങ്കിൽ വളരെ കുറച്ചേ ഉള്ളൂ കേട്ടോ. ഒരു കഷ്ണം ഇഞ്ചി, കൂടാണ്ട് ഒരു കുറച്ച് പൊട്ടുകടല. ഈ പൊട്ടുകടല മുഴുവനായിട്ടുള്ള കടലയാണ് കേട്ടോ, ഹാഫായിട്ടൊക്കെയാണ് എനിക്ക് ഇങ്ങനെ കിട്ടിയത്. ഇത് തിന്നാനും നന്നായിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് ഒരു സമ്മന്തി അരച്ചിട്ട് ഞാൻ വരാം. ചട്നി, സോറി, അത് കട്ട ചട്നിയാണ്. ഞാനെൻ്റെ കുഴക്കട്ട റെഡിയായി, ഇപ്പോൾ തുറന്നു, നിങ്ങൾ കണ്ടോളൂ. കുഴക്കട്ട അതിഗംഭീരമായിട്ടുണ്ട്. ഇതും ചട്നി അരച്ച് വെച്ചു. ആ ചട്നിയും കൂടി ഞാനിപ്പോൾ കാണിക്കാം. ഇപ്പോൾ ഞാൻ കുഴക്കട്ട എടുത്ത് പ്ലേറ്റിൽ വെച്ചു. ഇതാണ് എൻ്റെ ചട്നി ഞാനിപ്പോൾ അരച്ചത്. പച്ചമുളക് കണ്ടുവല്ലോ, ഞാൻ അതിൻ്റെ റെസിപ്പി ഇട്ടു. പിന്നെ ഒരു ചട്നി കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും 2 ആളുകൾക്ക് 2 ടേസ്റ്റ് വരുമല്ലോ. അപ്പം ഞാൻ ഇത് ഇങ്ങനെ അരച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ടുവല്ലോ. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇതേമാതിരി ഉണ്ടാക്കി നോക്കിയാൽ വളരെ ടേസ്റ്റാണ്. അരിപ്പൊടിയാണെന്ന് പറഞ്ഞാൽ വിശ്വാസക്കേട്ടില്ല, നല്ല സോഫ്റ്റാണ് കേട്ടോ, നല്ല അരിയാണ്. പുഴുങ്ങലരി കൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും എപ്പോഴും ആക്കിയാൽ. അപ്പോൾ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ഇറ്റ്സ് എ വണ്ടർഫുൾ റെസിപ്പി. ഇറ്റ്സ് ബൈ ഫ്രം സുധാ മേനോൻ.